ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് നമ്മളിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു Q&A ആയിട്ട്. അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ത് വേണേലും നമ്മളോട് ചോദിക്കാം, അതിനെല്ലാം നമ്മൾ ആൻസർ തരുമെന്ന് വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ആൻസേഴ്സ് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇതുവരെ നമുക്ക് ചെയ്യാനായിട്ട് ഒരു സാഹചര്യം വന്നിട്ടില്ലായിരുന്നു. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഒരു Q&Aയിൽ വന്നിട്ടുള്ളൂ. അതിന് ആൻസേഴ്സ് തരാൻ നമുക്ക് കുറച്ച് സമയം മതി താനും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു സൺഡേ അല്ലേ, നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് എല്ലാം ഇന്ന് തരാമെന്നോർത്തു. അപ്പോൾ നമുക്ക് ഒത്തിരി വലിച്ചു നീട്ടാതെ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ ക്വസ്റ്റ്യൻസ് ഒരു 7 എണ്ണം ഉണ്ട്. ഇത് എഴുതിയിട്ടുള്ളത് ഇവ മെരിയ എന്ന് പറയുന്ന ആളാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യുവർ ബിഗ്ഗസ്റ്റ് ഡ്രീം എന്നാണ്. അപ്പം എനിക്ക് ഇപ്പം നിലവിൽ അങ്ങനെ ഒരു ഡ്രീമോ കാര്യങ്ങളോ ഒന്നുമില്ല. എപ്പോഴും ഇങ്ങനെ സമാധാനമായിട്ട് പോകണം, സന്തോഷമായിട്ട് പോകണം എന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പം ഞാൻ ഒരു സ്വപ്നം അല്ലെങ്കിൽ ഇങ്ങനെ എത്തിച്ചേരണോ അങ്ങനെ ഒരു ഡ്രീമോ കാര്യങ്ങളോ ഞാൻ കാണുന്നില്ല. കാരണം ഒത്തിരി സ്വപ്നം കണ്ട് കിട്ടിയില്ലെങ്കിൽ അത് ഭയങ്കര വിഷമമാവുന്ന ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. അതുകൊണ്ടായിരിക്കും ഞാൻ ഒരു കാര്യത്തിലും കൂടുതൽ സ്വപ്നം കാണാറില്ല. ഇപ്പം പോകുന്നത് പോലെയൊക്കെ സന്തോഷത്തോടും സമാധാനത്തോടും പോകണം എന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവ മെരിയൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് പേഴ്സൺ മെയ്ഡ് എ ബിഗ് ഇമ്പാക്റ്റ് ഓൺ യുവർ ലൈഫ്? അങ്ങനെ ഒരു ആളും പ്രത്യേകിച്ച് എൻ്റെ ലൈഫിൽ എന്നെ അങ്ങനെ സ്വാധീനിച്ചു എന്ന് പറയാനൊന്നും അങ്ങനെ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പം അങ്ങനെ സ്വാധീനിച്ച് ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ ആരും കാര്യമായിട്ട് എൻ്റെ ലൈഫിൽ സ്വാധീനിച്ചിട്ടില്ല. ഒരു സപ്പോർട്ടൊക്കെയാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ എനിക്ക് പറയാമായിരുന്നു എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് എൻ്റെ ലൈഫിൽ എനിക്ക് എന്ത് കാര്യത്തിനും എൻ്റെ ലൈഫിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ളതും എൻ്റെ ഹസ്ബൻഡ് തന്നെ ആയിരിക്കും. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യനും ഇവ മെരിയ തന്നെയാണ്. ഇവ മെരിയൻ്റെ ഒരു 7 ക്വസ്റ്റ്യനായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫേവറേറ്റ് പ്ലേസ് ആണ്. അത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് പ്ലേസ് എന്ന് പറയുന്നത് വയനാടാണ്. ഞാൻ കല്യാണം കഴിച്ച് വന്നത് വയനാട്ടിലേക്കാണ്. അപ്പം എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലവും വയനാട് തന്നെയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് റിയലി മേക്സ് യു ആംഗ്രി? എനിക്കങ്ങനെ ഒരു കാര്യത്തിന് ദേഷ്യം വരിക എന്ന് പറയുന്നത് മെയിനായിട്ട് എന്നെ ബോഡി ഷെയിം ചെയ്യുന്നതിന് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്. ഞാൻ പ്രകടിപ്പിച്ചില്ലെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് എന്നെ ബോഡി ഷെയിം ചെയ്യുന്നതാണ്. എന്നെ എന്നല്ല, ആരെ ബോഡി ഷെയിം ചെയ്യുന്നത് കേട്ടാലും, എന്ത് കാര്യത്തിന് ബോഡി ഷെയിം ചെയ്യുന്നത് കേട്ടാലും എനിക്ക് ആ ഒരു ദേഷ്യം വരാറുണ്ട്. വേറെ ഒരു കാര്യത്തിനും തന്നെ എനിക്കങ്ങനെ ദേഷ്യമോ ഒന്നും വരാറില്ല. കുറച്ച് കൂളായിട്ടുള്ള ആൾ തന്നെയാണ് ഞാൻ. പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഇൻസ്പയർഡ് യു ടു സ്റ്റാർട്ട് യൂട്യൂബ് ചാനൽ? പ്രത്യേകിച്ച് ഒന്നുമില്ല. പെട്ടെന്ന് ഒരു ദിവസം ഇരുന്നപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന് ആലോചിച്ചു. പെട്ടെന്ന് തന്നെ തുടങ്ങി. ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. ആദ്യത്തെ വീഡിയോ പോയി എടുത്തു. ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ എടുത്തു. അങ്ങനെ ഒത്തിരി നേരം ചിന്തിച്ചിട്ടോ ആരെങ്കിലും പറഞ്ഞിട്ടോ അങ്ങനെയൊന്നും അല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പെട്ടെന്നൊരു തോന്നൽ, അതിൻ്റെ പുറത്ത് തുടങ്ങിയതാണ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഫേവറേറ്റ് ഫുഡാണ്. ഫേവറേറ്റ് ഫുഡ് എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ളത് ബിരിയാണിയാണ്. പിന്നെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഹസ്ബൻഡിൻ്റെ ജോബാണ്. ഹസ്ബൻഡ് ഒരു ബിസിനസ്മാനാണ്, കൂടെ ഒരു കൃഷിക്കാരനും കൂടിയാണ്. അപ്പോൾ ഇവ മെരിയൻ്റെ 7 ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സാണ് കേട്ടോ ഇത്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മൈമോന മജീദാണ്. മൈമോന മജീദ് മൈമോന എന്ന് കേൾക്കുമ്പോഴേ എനിക്കറിയാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആളാണെന്നുള്ളത്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എത്ര നാൾ വെയിറ്റ് ലോസ് ചലഞ്ച് ഉണ്ടാവും എന്നാണ്. ഈ സമയത്ത് എത്ര നാൾ വെയിറ്റ് ലോസ് ചലഞ്ച് ഉണ്ടാവുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ ചിരിയും സങ്കടവും ഒക്കെയാണ് വരുന്നത്. കാരണം നമ്മുടെ ഒരു വെയിറ്റ് ലോസ് ചലഞ്ചും ഒന്ന് പൂർത്തീകരിക്കാനും പറ്റിയിട്ടില്ല, ഒന്ന് മര്യാദയ്ക്ക് യൂട്യൂബ് വഴി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പം നിലവിൽ നമുക്ക് യൂട്യൂബിൽ വെയിറ്റ് ലോസ് ചലഞ്ച് ഇല്ല, വാട്സപ്പിൽ മാത്രമേ ഉള്ളൂ. ഞാൻ ഒത്തിരി വെയിറ്റ് ലോസ് ചലഞ്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിലും എനിക്കതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. എന്നാലും നമുക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കാം, ഏതെങ്കിലും ഒരെണ്ണം വിജയിക്കുമായിരിക്കും. അപ്പം എത്ര നാളുണ്ടാവും എന്ന് ചോദിച്ചാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് എത്ര നാൾ വേണേലും ഉണ്ടാവും. അത് ഒരിക്കലും നമുക്ക് എല്ലാവർക്കും പിരിഞ്ഞു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലാത്തത് കൊണ്ട് തന്നെ ആ വാട്സപ്പ് ഗ്രൂപ്പ് എത്ര നാൾ പോകുന്നു അത്രയും നാളുണ്ടാവും. അതങ്ങനെ ഇല്ലാതാകരുത് എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം അത് തരുന്ന ഹാപ്പിനെസ് കുറച്ചൊന്നുമല്ല. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ബാനു പ്രസന്നനാണ്. തൻ്റെ പഴയ ഫോട്ടോ കണ്ടിട്ടുണ്ട്, അതിൽ തീരെ തടിയില്ല, പിന്നെ എങ്ങനെ ഇത്ര തടി വന്നു? എൻ്റെ പഴയ ഫോട്ടോ എന്ന് ഉദ്ദേശിച്ചത് മിക്കവാറും കല്യാണത്തിന് മുമ്പുള്ള ഫോട്ടോസ് ആയിരിക്കും.
കല്യാണത്തിന് മുമ്പുള്ള ഫോട്ടോയിൽ ഞാൻ ഏകദേശം ഒരു 97, 99 അത്രയൊക്കെ ഉള്ളൂ. അതിനു മുമ്പ് ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പം ഏകദേശം ഒരു 85, 88 അതിനുള്ളിലായിരുന്നു. എനിക്ക് ശരിക്കും 100+ വന്നത് ഞാൻ കല്യാണത്തിന് ശേഷമാണ്. അതിപ്പോൾ നമുക്ക് വേറെ ഒന്നും പറയാനില്ല. കല്യാണത്തിന് ശേഷം കുറച്ചുകൂടി നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു, ഒത്തിരി ഫാസ്റ്റ് ഫുഡും അതും ഇതുമൊക്കെ കഴിച്ച് അങ്ങനെ തടി വെച്ചതാണ്. അല്ലാതെ ഇപ്പം വേറെ ഒരു ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല. നമ്മൾ ലൈഫ് സ്റ്റൈല് തീരെ ശ്രദ്ധിക്കാത്തത് കൊണ്ടും നല്ലൊരു ലൈഫ് സ്റ്റൈല് ഇല്ലായിരുന്നത് കൊണ്ടും തടി വെച്ചതാണ്. അല്ലാതെ വേറെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടല്ല, വേറെ ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സജിത ചേച്ചിയാണ്. അപ്പം ചേച്ചീൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് എത്ര ഇയറായി, ആതിര വർക്ക് ചെയ്യുന്നുണ്ടോയെന്നാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഈ ജനുവരി 6 കറക്റ്റ് 3 വർഷമായി. നിലവിൽ ഞാൻ വർക്ക് ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നാസി CV എന്ന് പറയുന്ന ആളാണ്. അപ്പം ചെറുപ്പം മുതലേ എങ്ങനെയാണ്, നല്ല മധുരം ഇഷ്ടമുള്ള ആളാണോ എന്നാണ്. ചെറുപ്പം മുതലേ മധുരവും നല്ല, എനിക്ക് ഏകദേശം എല്ലാ ഫുഡും തന്നെ ഇഷ്ടം, മധുരവും എരിവും എല്ലാം ഇഷ്ടമാണ്. അങ്ങനെ പ്രത്യേകിച്ചൊരു സെലക്ട് ചെയ്ത് ഫുഡ് കഴിക്കുന്ന ഒരാളൊന്നുമല്ല. എന്ത് ഫുഡ് കിട്ടിയാലും ഇഷ്ടമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം വണ്ണം വെച്ചതല്ലാതെ ചെറുപ്പത്തിലെ ഇന്ന ഫുഡേ കഴിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് മതി അത് മതി, അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഷാദിന എന്ന് പറയുന്ന ആളാണ്. ഡെയിലി വീഡിയോ ഇടാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡെയിലി വീഡിയോ ഇടണം എന്നൊക്കെ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കും നാളെ മുതൽ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണം, ഡേ ഇൻ മൈ ലൈഫ് എങ്കിലും ഇടണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് ഡെയിലി വീഡിയോ ഇടാൻ പറ്റാറില്ല. എന്നാലും ഇനി മുതൽ മാക്സിമം ശ്രമിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രിയ ദിവാകറാണ്. പ്രിയ ദിവാകർ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാലം മുതൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസിലും കാര്യങ്ങളും ഒക്കെ കമൻ്റ് ഇടുകയും നമുക്കൊരു സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. നിലവിൽ നമ്മുടെ ഗ്രൂപ്പിലും ഉണ്ട്. ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് തരുന്ന ഒരാളാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട്സ് യുവർ മോട്ടിവേഷൻ ടു ലോസ് വെയിറ്റ് കുറയ്ക്കാൻ എനിക്കൊരു ആഗ്രഹമാണ് ഇതുവരെ തോന്നിയിട്ടുള്ളത്. ഞാൻ നിലവിൽ എനിക്ക് വെയിറ്റ് കുറയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഒരു ആഗ്രഹം തോന്നാൻ കാരണം മുമ്പോട്ട് ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ അതൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ വെയിറ്റ് കുറയ്ക്കണം എന്നൊരു ആഗ്രഹം എപ്പോഴും എനിക്കുള്ളത്. ഹൗ ഡു യു ഡീൽ വിത്ത് ബോഡി ഷേമിങ് ക്വസ്റ്റ്യൻസ്? ബോഡി ഷേമിങ് ക്വസ്റ്റ്യൻസ് ഞാൻ എപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്. എവിടെ പോയാലും എന്നോട് ആരെങ്കിലുമൊക്കെ ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതൊന്നും ഇപ്പം എന്താണെന്നറിയത്തില്ല, എനിക്ക് തീരെ അതൊന്നും ഏൽക്കാറില്ല. ചിലപ്പം നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഒരു ബോഡി ഷെയിമും കാര്യങ്ങളും എനിക്ക് ഉണ്ടാവാത്തത് കൊണ്ടാവാം എനിക്ക് പുറത്തുനിന്ന് കേൾക്കുന്ന ഒത്തിരി ബോഡി ഷെയിമും കാര്യങ്ങളും എനിക്ക് ഒരു വിഷയമല്ലാത്തതുപോലെ തോന്നുന്നത്. ചിലർ നല്ല രീതിയിൽ പറയാറുണ്ട്, ചിലർ മോശമായിട്ട് പറയാറുണ്ട്. നമുക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ പറയുന്നവരുമുണ്ട്, അതല്ല നമുക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിച്ച് പറയുന്നവരുമുണ്ട്. അതിനെ രണ്ടിനെയും രണ്ട് രീതിയിൽ കണ്ട് അത് മൈൻഡാക്കാതെ പോവുകയാണ് നിലവിൽ ചെയ്യാറ്. അല്ല ഇനി അത്രയും ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിരിച്ച് പറഞ്ഞ് പിടിച്ച് നിൽക്കുകയാണ് പതിവ്. ഹൗ ഡു യു മാനേജ് ടു ബി പോസിറ്റീവ്? ഞാൻ പോസിറ്റീവായിട്ടിരിക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് ഇപ്പം നിലവിൽ ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിന് മെയിനായിട്ട് ചെയ്യുന്നത് എന്ത് മൂഡ് സ്വിങ്സ് വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെയൊക്കെ നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്ത് കളയുകയും ബാക്കി നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ബുക്സ് വായിക്കുക. എനിക്ക് ബുക്സ് വായിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം കൂടുതലും ബുക്സൊക്കെ വായിച്ച് നമ്മൾ വേറെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ അങ്ങനെയൊക്കെ മുമ്പോട്ട് പോവുകയാണ് പതിവ്. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ തന്നെയാണ് ശ്രദ്ധിക്കാറ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പ്രവീണ തോമസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡു യു യൂസ് എനി വെയിറ്റ് ലോസിങ് പ്രൊഡക്ട്സ്, ഡിഡ് യു എക്സ്പീരിയൻസ് എനി ഡിഫറൻസസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഒത്തിരി വെയിറ്റ് ലോസ് പ്രൊഡക്ട്സ് കിട്ടാറുണ്ട്. ഞാൻ അതിനകത്ത് ഫേമസ് ആയിട്ട് ഇപ്പം നിലവിൽ നിൽക്കുന്ന ഒരു വെയിറ്റ് ലോസ് പ്രൊഡക്റ്റ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ പേര് കേട്ടാൽ എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ഹെർബാലൈഫ് യൂസ് ചെയ്തിട്ടുണ്ട്. ഹെർബാലൈഫ് ഞാൻ 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. ആദ്യം യൂസ് ചെയ്തു, പിന്നെ നിർത്തി, പിന്നെ രണ്ടാമത് യൂസ് ചെയ്തു, നിർത്തി, പിന്നെ ഞാൻ 3ാമത് യൂസ് ചെയ്തു. അതോടെ ഞാൻ ഹെർബാലൈഫിനെ ഏകദേശം നന്നായിട്ട് വെറുത്തു.
കാരണം ഹെർബാലൈഫ് യൂസ് ചെയ്യുന്ന സമയത്ത് വണ്ണം നന്നായിട്ട് കുറയും. പിന്നെ നമ്മളത് നിർത്തി നോർമൽ ഫുഡിലേക്ക് പോകുമ്പം അതിനേക്കാൾ കൂടുതൽ വണ്ണം കൂടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ലൈഫ് ലോങ് നമ്മൾ ഹെർബാലൈഫ് യൂസ് ചെയ്യണമെങ്കിൽ ചെറിയൊരു എമൗണ്ട് പോരാത്തത് കൊണ്ടും ഞാൻ ഹെർബാലൈഫിനെ പിന്നെ അതിൻ്റെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് വലിയ പിടുത്തമില്ലാത്തത് കൊണ്ടും അത് നിർത്തി. ഹെർബാലൈഫ് പോലത്തെ പ്രോഡക്ട്സ് യൂസ് ചെയ്യാത്തത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയത്തില്ല. എല്ലാവരും മേടിക്കുന്നു, അതുകൊണ്ട് നമുക്ക് മേടിച്ച് കഴിക്കാം, അങ്ങനെ ഒരു ഇതേ ഉള്ളൂ. പിന്നെ ഇപ്പം നിലവിൽ ഒത്തിരി ആൾക്കാർ അതിൻ്റെ ഒരു ഏജൻറ്റ് പോലെ നമുക്ക് കാണാൻ സാധിക്കും. പലയിടത്തും അതിൻ്റെ ഷോപ്സ്, ന്യൂട്രീഷൻ സെൻ്റർ എന്നും പറഞ്ഞൊക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്നവരൊക്കെ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടാണോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ ഇതിനെക്കുറിച്ച് അറിയുന്നവരാണോ, ഒരാൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യാൻ മാത്രം അറിവ് അവർക്കുണ്ടോ, ഇതൊന്നും നമുക്കറിയത്തില്ല. ഇത് കഴിക്കുന്നവർ തന്നെ ഇത് കഴിച്ച് വണ്ണം കുറയ്ക്കുന്നു, പിന്നെ അവർക്ക് വണ്ണം കൂടുന്നുണ്ടോ, അവരിത് കഴിക്കുന്നുണ്ടോ, ഇതൊന്നും നമുക്കറിയത്തില്ല. ഇങ്ങനത്തെ പ്രൊഡക്ട്സ് മാക്സിമം യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അടുത്ത ക്വസ്റ്റ്യൻ അഷറഫ എന്ന് പറയുന്ന ആളാണ് ചോദിച്ചിരിക്കുന്നത്. ഹായ് ആതിര, വീട്ടിൽ ആരൊക്കെയുണ്ട്? വയനാടാണോ കണ്ണൂരാണോ ഇഷ്ടം? വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് ചോദിച്ചത് കണ്ണൂരായിരിക്കും എന്നാണ് തോന്നുന്നത്. കണ്ണൂർ എനിക്ക് പപ്പ, മമ്മി, ഞങ്ങൾ 4 കുട്ടികളാണ്. ഞങ്ങൾ 4 പെൺകുട്ടികളാണ്. അപ്പം ഒരു ചേച്ചിയും 2 അനിയത്തിമാരുമാണ്. ചേച്ചീൻ്റെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഒരു അനിയത്തി നേഴ്സാണ്. ഒരാൾ 9ാം ക്ലാസ്സിലെത്തിയതേ ഉള്ളൂ. അങ്ങനെയാണ് വീട്ടിലുള്ളവർ. പിന്നെ കണ്ണൂരാണോ വയനാടാണോ ഇഷ്ടമെന്ന് ചോദിച്ചാൽ എനിക്ക് കണ്ണൂരും വയനാടും ഇഷ്ടമാണ്. പക്ഷേ സ്ഥലം ഏതാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ചിലപ്പം ഞാൻ വയനാടെന്ന് പറയും. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് എനിക്ക് ക്ലൈമറ്റ് ഇഷ്ടപ്പെട്ടത് വയനാടാണ്. ബാക്കി എന്ത് നോക്കിയാലും എനിക്ക് കണ്ണൂരും വയനാടും ഒരുപോലെ ഇഷ്ടമാണ്. അതിന് പ്രത്യേകിച്ചൊരു കാര്യങ്ങളൊന്നുമില്ല. കണ്ണൂരും വയനാടും ഒരുപോലെ ഇഷ്ടമാണ്. പക്ഷേ ക്ലൈമറ്റ് കൂടുതൽ ഇഷ്ടമുള്ളത് വയനാട്ടിൽ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫർസാന അബ്ദുൽ ഹമീദാണ്. ഫർസാന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ ഒരു മെമ്പർ കൂടിയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്നാന്ന് ചോദിച്ചാൽ ആദ്യം ലവ് മാരേജ് ആണോ, കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്ക് എങ്ങനെ എത്തി എന്നാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ലവ് മാരേജ് ആണോ എന്നാണ്. അപ്പം ലവ് മാരേജ് തന്നെയായിരുന്നു. കല്യാണത്തിന് മുമ്പ് 1 വർഷം കറക്റ്റ് ഞങ്ങൾ പ്രണയിച്ചു. അതിന് ശേഷം കറക്റ്റ് 1 വർഷമായപ്പോഴായിരുന്നു കല്യാണം. കണ്ണൂരിൽ നിന്നും വയനാട്ടിലേക്ക് എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ സ്നേഹിച്ചുള്ള കല്യാണം ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും വയനാട്ടിലേക്ക് എത്തി. എങ്ങനെ എന്തെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമ്മുടെ ആ ലവ് സ്റ്റോറി പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് പറയുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പോൾ എത്ര വയസ്സായി എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് കറക്റ്റ് 27 വയസ്സാണ്. എന്നെ കണ്ടാൽ അതിനേക്കാൾ പ്രായം തോന്നുമെങ്കിലും എനിക്ക് 27 വയസ്സാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ചിൽഡ് കോഫി എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ്. ഒരുപാട് ഇഷ്ടമുള്ള ഫുഡും ഒട്ടും ഇഷ്ടമില്ലാത്ത ഫുഡുമാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഇഷ്ടമുള്ള ഫുഡ്, എനിക്ക് എല്ലാ ഫുഡും തന്നെ ഇഷ്ടമാണ്. എന്നാലും കഴിക്കാൻ എനിക്ക് എപ്പോഴും ഇഷ്ടം തോന്നാറുള്ളത് ബിരിയാണിയാണ്. പിന്നെ ഇഷ്ടമില്ലാത്ത ഫുഡ് ചോദിച്ചിട്ടുണ്ട്. ഇഷ്ടമില്ലാത്ത ഫുഡ് എന്ന് പറയാൻ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എന്നാലും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുമ്പോഴാണല്ലോ ഓട്സ് കഴിക്കുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. ഞാൻ ഒത്തിരി പ്രാവശ്യം ഞാൻ എങ്ങനെയായാലും ഓട്സ് കഴിക്കണം എന്നൊക്കെ ഓർത്ത് മേടിച്ചൊക്കെ വെക്കും. പക്ഷേ ഒരു രീതിയിൽ എനിക്ക് കഴിച്ചിറക്കാൻ പറ്റാത്തൊരു സാധനം ഓട്സാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഫുഡ് എന്ന് പറയുന്നത് ഓട്സ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഉമ്മർ കേറ്റി എന്ന് പറയുന്ന ആളാണ്. ചെറുപ്പം മുതലേ വെയിറ്റുള്ള ആളാണോ ആതിര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു, കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒരു 85 kg, പിന്നെ കല്യാണത്തിന് മുമ്പ് ഒരു 97, 98 അത്രയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ചെറുപ്പം മുതലേ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, എന്ന് വെച്ചാൽ ഇത്രയും ഓവർ വെയിറ്റ് ആയിരുന്നില്ല, എന്നാലും വെയിറ്റ് ഉള്ള ഒരാൾ തന്നെ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫാദി സാദി എന്ന് പറയുന്ന ആളാണ്. PCOD തൈറോയിഡ് ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം നല്ലൊരു ശതമാനം ആൾക്കാർക്കും PCOD ഉണ്ടല്ലോ, അതുപോലെ തന്നെ എനിക്കും ചെറിയ രീതിയിൽ PCOD ഉണ്ട്. തൈറോയിഡ് ഇഷ്യൂസ് കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. വേറെ അങ്ങനെ തടിയുള്ളത് കൊണ്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും തന്നെ എനിക്ക് ഇല്ല.
പിന്നെ വന്നിരിക്കുന്നത് ഗ്രൂപ്പിലുള്ള ആളാണ്. ഞാനും വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. നല്ല വെയിറ്റ് ലോസ് ചലഞ്ചാണ്. അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതൊന്നും ക്വസ്റ്റ്യൻസ് അല്ല. അപ്പം ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് പറയാം, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇനി ആരെങ്കിലും ആഡാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അബ്ബാസ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ്. ചേച്ചി മാരീഡാണോ എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതെ, ഞാൻ മാരീഡാണ്. 3 വർഷമായി ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട്. ബേബീസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ല. എവിടെ സ്ഥലമെന്ന് ചോദിച്ചാൽ വയനാട്ടിലാണ് ഇപ്പം കല്യാണം കഴിച്ച് വന്നത്. സ്വന്തം സ്ഥലം കണ്ണൂരാണ്. ഹസ് എന്ത് ചെയ്യുന്നു? ഹസ് ബിസിനസ് ഉണ്ട്, അതിൻ്റെ കൂടെ ഹസ് ഒരു കൃഷിക്കാരനും കൂടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദീപ എന്ന് പറയുന്ന ആളാണ്. വെൻ ഡിഡ് യു സ്റ്റാർട്ട് ബിൽഡിങ് അപ്പ് ദ കിലോസ്? ഹൗ ഡു യു സ്റ്റേ മോട്ടിവേറ്റഡ്? എനിക്ക് കിലോ കൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കല്യാണത്തിന് ശേഷമാണ്. എങ്ങനെയാണ് ഞാൻ മോട്ടിവേറ്റ് ആയിട്ട് അല്ലെങ്കിൽ വേറെ നമുക്കൊരു മൈൻഡ് ഓക്കെ ആയിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് കൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് ഇത്ര വെയിറ്റ് ഉണ്ടായിട്ടും ഞാൻ അതിനെക്കുറിച്ച് ഓർത്ത് ഒത്തിരി സങ്കടപ്പെടാറോ അല്ലെങ്കിൽ വിഷമിക്കാറോ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായി പോവാറോ ഒന്നുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ നിലവിൽ എനിക്കങ്ങനെ ഇല്ല. ചിലപ്പം അത് ആ ഒരു മോട്ടിവേഷൻ എനിക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ വെയിറ്റ് ഉണ്ടെങ്കിലും ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതിന് കാരണം എൻ്റെ ഹസ്ബൻഡായിരിക്കും. പുള്ളീൻ്റെ ഒരു സപ്പോർട്ട് തന്നെ ആയിരിക്കും എനിക്ക് ഇപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ട് തന്നെ ഇരുത്തുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഷാദിന എന്ന് പറയുന്ന ആളാണ്. ഈ ക്വസ്റ്റ്യൻ എനിക്ക് വേറെ ഏതൊക്കെയോ വീഡിയോൻ്റെ താഴെ വന്നിട്ടുണ്ടായിരുന്നു. നാത്തൂൻ എവിടെയാണ് ഇപ്പോൾ എന്ന് ചോദിച്ച്. എനിക്ക് തോന്നുന്നു നാത്തൂൻ ഒരു ഗോപ്രോ തന്നപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ ക്വസ്റ്റ്യൻ വന്നതെന്ന് തോന്നുന്നു. ഇതിനു മുമ്പ് വേറെ വീഡിയോസിൻ്റെ താഴെ ഞാൻ ഈ സെയിം ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ നാത്തൂൻ നിലവിൽ ഇസ്രായേലിലാണുള്ളത്. അവിടെ സുഖമായിട്ടിരിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഷാദിനയാണ്. അതല്ലാതെ പലരും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം നാത്തൂൻ ഇസ്രായേലിലാണ് ഇപ്പം 2 വർഷമായി ഇസ്രായേലിലേക്ക് പോയിട്ട്. ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ വന്ന ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ആൻസേഴ്സ് പറഞ്ഞു. കാരണം നമുക്ക് ചെറിയൊരു ചാനലായതുകൊണ്ടും 2500 പേരെ ഉള്ളതുകൊണ്ടും വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉണ്ടായിരുന്നുള്ളൂ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഒരു ക്വസ്റ്റ്യനും ഒഴിവാക്കേണ്ടതോ ആൻസർ പറയാൻ പറ്റാത്തതോ ആയിട്ട് ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെയൊക്കെ ആൻസേഴ്സ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ കുറച്ച് കാര്യങ്ങളാണെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടാകുമല്ലോ. അങ്ങനെ നമുക്കും സന്തോഷമാണ് നമ്മുടെ കാര്യങ്ങൾ ആരെങ്കിലും അന്വേഷിക്കുമ്പം അത് നമുക്ക് ഷെയർ ചെയ്യുന്നതും ഒരു സന്തോഷമാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. ഈ വീഡിയോ ഒരു Q&Aൻ്റെ ഒരു ആൻസേഴ്സ് പറയുക എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പം എല്ലാ ക്വസ്റ്റ്യൻസിനും തന്നെ ആൻസർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.